കള്ളൻ പേടിയിൽ പിണറായി ദേശാഭിമാനി വാരാന്തം പൂട്ടിക്കെട്ടി. ഇന്ന് ദേശാഭിമാനി ദിനപത്രത്തിന്റെ ആദ്യത്തെ പേജിൽ ഒരു അറിയിപ്പുണ്ട്. ആ അറിയിപ്പ് ഇങ്ങനെയാണ്: സാങ്കേതിക കാരണങ്ങളാൽ വാരാന്ത പതിപ്പ് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല, മാനേജർ. ഇതിന്റെ കാരണം അന്വേഷിച്ചു പോയാൽ വളരെ രസകരമായ, അതേസമയം അത്യപൂർവമായ ഒരു പത്രത്തിന്റെ ചരിത്രത്തിലേക്ക് ഇടം പിടിക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. ഈ വരുന്ന 21-ാം തീയതി, അതായത് 2026 ജൂലൈ 21-ാം തീയതിയാണ് VS അച്യുതാനന്ദന്റെ ചരമ വാർഷിക ദിനം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിൽ VSനെ കുറിച്ച് ലേഖനമുണ്ട്. ആ ലേഖനത്തിന്റെ പേര് ഓർക്കുന്നില്ലേ ആ കടലിരമ്പം. എഴുതിയിരിക്കുന്നത് VSന്റെ മുൻ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള KV സുധാകരനാണ്. അവിടം കൊണ്ടും തീർന്നില്ല കാര്യം. കാരണം നമുക്കറിയാമല്ലോ, വിഭാഗീയതയുടെ കാലത്ത് VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിൽ നടന്ന പോര് കേരളത്തെ മുഴുവൻ അസ്വസ്ഥമാക്കിക്കൊണ്ട് ആ പാർട്ടി നടത്തിയിട്ടുള്ള തമ്മിൽ തല്ല് നമുക്കറിയാമല്ലോ. പരസ്പരം വെട്ടിയൊതുക്കുക, പരസ്പരം വെല്ലുവിളിക്കുക. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ രണ്ട് നേതാക്കൾ പരസ്യമായി പത്രസമ്മേളനം നടത്തി വിഭാഗീയത രൂക്ഷമാക്കിയത്. പത്രസമ്മേളനം വിളിച്ചുകൂട്ടി VS അച്യുതാനന്ദനും പിണറായി വിജയനും പരസ്യമായി പരസ്പരം ചെളിവാരി എറിയുന്ന നടപടികൾ വരെ ഉണ്ടായി. അതൊക്കെ നമ്മുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച സംഭവങ്ങളാണ്. പിന്നീട് പിണറായി വിജയന്റെ നിരവധി ആരോപണങ്ങൾ, ബക്കറ്റിലെ വെള്ളമടക്കമുള്ള നിരവധി പ്രസംഗങ്ങൾ VSനെതിരെ ഉണ്ടായി. പക്ഷേ പിന്നീട് പിണറായി വിജയൻ പാർട്ടി പിടിക്കുന്നതാണ് കണ്ടത്. VS അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് തോൽക്കുന്നു. VS പക്ഷത്തെ മുഴുവൻ വെട്ടിയരിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ പാർട്ടിയിൽ തന്റെ സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. പക്ഷേ ആ പക ഇപ്പോഴും VSനോട് പിണറായി വിജയൻ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നിറങ്ങേണ്ട വാരാന്ത പതിപ്പ് മാറ്റി വെച്ചിരിക്കുകയാണ്. 21-ാം തീയതിയാണല്ലോ VS അച്യുതാനന്ദന്റെ ചരമ വാർഷിക ദിനം. അതിൽ അന്നത്തെ പിണറായി വിജയന്റെ എതിർചേരിയിൽ നിന്ന KV സുധാകരനാണ് VSനെ കുറിച്ച് ഓർക്കുന്നില്ലേ ആ കടലിരമ്പം എന്ന പേരിൽ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇത് മാത്രമാണോ പിണറായി വിജയനെ ചൊടിപ്പിച്ചത് എന്ന് സംശയിക്കാൻ വരട്ടെ മറ്റൊരു കാരണം കൊണ്ട്. ആ കാരണമാണ് ഇനി പറയാൻ പോകുന്നത്. ആ വാരാന്ത പതിപ്പിൽ ഒരു ഫീച്ചർ വന്നു. എന്താണ് ആ ഫീച്ചർ ഉള്ളത്? കള്ളൻ വിജയൻ എന്ന പേരിലാണ് ആ ഫീച്ചർ ഉള്ളത്. ആ കള്ളൻ വിജയൻ എന്ന് പറയുന്ന ആ തലക്കെട്ട് ഒരുപക്ഷെ പിണറായി വിജയനെ വിളറി പിടിപ്പിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു വരാന്ത പതിപ്പ് പുറത്തിറക്കാൻ മടിച്ചത്. അതുകൊണ്ടായിരിക്കണം ഇന്ന് വരാന്ത പതിപ്പ് വേണ്ട എന്ന് പിണറായി വിജയൻ തീരുമാനിച്ചത്. നമുക്കറിയാമല്ലോ, പിണറായി വിജയനാണ് CPIMലെ അണിയും ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോയും എല്ലാം പിണറായി വിജയനാണ്. അതുകൊണ്ട് പിണറായി വിജയനാണ് എന്ത് ദേശാഭിമാനിയിൽ എന്ത് വരണം, പാർട്ടിയിൽ എന്ത് നടക്കണം തീരുമാനിക്കുന്നത് പിണറായി വിജയനാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് ശബ്ദങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ കള്ളൻ വിജയൻ എന്ന് പറയുന്ന ആ ഒരു ലേഖനം പിണറായി വിജയനെ ചൊടിപ്പിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണമല്ലോ ഇന്ന് വരാന്ത പതിപ്പ് ഇറങ്ങാഞ്ഞത്. ഇനി ആരാണ് ഈ കള്ളൻ വിജയൻ നമുക്ക് പരിശോധിക്കാം. തിരുവനന്തപുരത്തെ പുല്ലമ്പാറ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലെ വലിയ ഒരു നാടക കലാകാരനാണ് വിജയൻ. 36 വർഷമായി അദ്ദേഹം നാടകത്തിന്റെ പുറകെ നടക്കുന്നു. അദ്ദേഹത്തിന് നാടകമെന്ന് കേട്ടാൽ ഭ്രാന്താണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം നാടകത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 36 വർഷമായി തൻ്റെ ജീവിതം നാടകത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചയാളാണ് വിജയൻ. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ കള്ളൻ എന്ന് പേര് വന്നതെന്ന് അദ്ദേഹം പറയുന്നത്, തൻ്റെ കുഞ്ഞുനാളിൽ ചേട്ടൻ കളിയാക്കി വിളിച്ചതാണ് കള്ളൻ. കള്ള കള്ള എന്നാണ് ചേട്ടൻ തന്നെ വിളിച്ചത്. വീട്ടിലെ ഒരു വിളിപ്പേരാണ് കള്ളൻ എന്നുള്ളത്. പിന്നീട് അത് അയലത്തുകാർ ഏറ്റെടുത്തു. അങ്ങനെ അദ്ദേഹത്തെ അറിയുന്നവർ ക്രമേണ കള്ളൻ വിജയൻ എന്ന നാട്ടിൽ പാട്ടായി. നാട്ടിൽ വന്ന് വിജയൻ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അതേസമയം കള്ളൻ വിജയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാര് തൻ്റെ വീട്ടിൽ കൊണ്ടുവിടും. അത്ര മാത്രം നാടകത്തെ ഇഷ്ടപ്പെടുകയും ഈ കള്ളൻ വിജയൻ എന്ന പേരിൽ പ്രാദേശികമായി അറിയപ്പെടുകയും ചെയ്യുന്ന ഒരു നാടക കലാകാരനാണ് വിജയൻ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വിജയകുമാർ എന്നാണ്. അദ്ദേഹത്തിന് നാടകത്തോടുള്ള ഭ്രാന്ത് കയറി അദ്ദേഹം തൻ്റെ വീടിനോട് ചേർന്ന് ധന്യ നാടക ഗ്രാമം എന്ന് പറയുന്ന
ഒരു നാടക പ്രവർത്തകർക്ക് വന്ന് റിഹേഴ്സൽ നടത്തി അവിടെ വെച്ച് തന്നെ താമസിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി അവിടെ തന്നെ റിഹേഴ്സൽ നടത്തി നാടകത്തിന്റെ എല്ലാ വർക്കുകളും പൂർത്തിയാക്കാൻ കഴിയുന്ന വിധത്തിൽ അദ്ദേഹം ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ധന്യ നാടക ഗ്രാമം എന്നാണ് ആ തൻ്റെ വീടിനോട് ചേർന്ന് അദ്ദേഹം ഒരുക്കിയിരിക്കുന്ന ഈ ഒരു സംവിധാനത്തിന്റെ പേര്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചാണ് ദേശാഭിമാനി വാരാന്ത പതിപ്പിൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിലുള്ള ഒരു ഫീച്ചർ. ആ ഫീച്ചറാണ് VSമായി ബന്ധപ്പെട്ട ആ സ്പെഷ്യൽ വാരാന്ത പതിപ്പിൽ ഉള്ള മറ്റൊരു ലേഖനം. അപ്പോൾ കള്ളൻ വിജയൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു തലക്കെട്ട് വരുമ്പോൾ ആർക്കാണ് കൊള്ളുന്നത്? പിണറായി വിജയനാണ് കൊള്ളുന്നത്. അങ്ങനെ കൊണ്ടപ്പോഴാണ് പിണറായി വിജയൻ ഒരു പക്ഷേ പറഞ്ഞത് വേണ്ട, ആ കളി വേണ്ട, ആ തലക്കെട്ട് വേണ്ട, അത്തരം ഇടപാടുകൾ വേണ്ട എന്ന് പിണറായി വിജയൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇന്ന് വാരാന്ത പതിപ്പ് പുറത്തിറങ്ങാതിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ CPM എന്ന് പറയുന്നത് പിണറായി വിജയൻ മാത്രമാണ്, അതിനപ്പുറത്തേക്ക് വേറെ വാക്കുകളൊന്നുമില്ല. അപ്പോൾ പിണറായി വിജയന്റെ ഇടപെടൽ കൊണ്ടാണോ ഈ വാരാന്ത പതിപ്പ് പുറത്തിറങ്ങാതിരിക്കുന്നത്? കള്ളൻ വിജയൻ എന്ന പേരിലുള്ള ആ ഒരു ഫീച്ചറിന്റെ തലക്കെട്ടാണോ പിണറായി വിജയനെ പ്രകോപിപ്പിച്ചത്? അതുകൊണ്ടാണോ അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. പക്ഷേ സാഹചര്യവും ചരിത്രവും പരിശോധിച്ചു നോക്കിയാൽ പിണറായി വിജയന്റെ കോപം എന്തിനാണ് നമ്മൾ ഇരന്നു വാങ്ങുന്നത് എന്ന് ദേശാഭിമാനിക്കാർ തീരുമാനിച്ചു കാണും. അതിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ ഇന്ന് ഇത്തരമൊരു അപൂർവ സംഭവം നടന്നത്. കാരണം പഴയ പോലെ കാര്യങ്ങളൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാവുന്ന കാലമാണ്. അതുകൊണ്ട് പഴയ പോലെ പാർട്ടി പറയുന്നത് കേൾക്കുക, പാർട്ടി പറയുന്നതാണ് ശരി, പാർട്ടി നേതാക്കൾ പറയുന്നതാണ് ശരി എന്നൊക്കെയുള്ള കാലം പോയി. എല്ലാവർക്കും എല്ലാം അറിയുന്ന കാലത്ത് ഇങ്ങനെ ഒരു സാങ്കേതിക കാരണങ്ങളാൽ വാരാന്ത പതിപ്പ് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല എന്ന് ദേശാഭിമാനിയിൽ ഒന്നാമത്തെ പേജിൽ കോളം കൊടുത്തു വരുമ്പോൾ എന്തുകൊണ്ടാണ് എന്ന് നാട്ടുകാർ അന്വേഷിക്കില്ലേ? എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ അന്വേഷിക്കില്ലേ? അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് കള്ളൻ വിജയൻ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചറിലേക്ക് എത്തപ്പെടുന്നത്. അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല, അതിനെക്കുറിച്ചൊന്നും അല്ല ഈ പറയുന്നത് പോലെ, നിങ്ങൾ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ. ആദ്യം നിങ്ങൾ VSനെ കുറിച്ചല്ലേ പറഞ്ഞത്, കള്ളം വിജയനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല, അങ്ങനെ ഒരു ഫീച്ചർ ഇല്ല എന്നൊക്കെയാണ് ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ ആയിട്ടുള്ള M സ്വരാജ് പറയുന്നത്. M സ്വരാജിന്റെ ആ വാക്കുകൾ. മാധ്യമപ്രവർത്തകർ ചോദിച്ച കാര്യം സഖാവ് VSന്റെ അനുസ്മരണ കുറിപ്പ് ഒഴിവാക്കി ദേശാഭിമാനി, അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച പതിപ്പ് ഇറക്കിയില്ല, വാരാന്ത പതിപ്പ് ഇറക്കിയില്ല എന്നാണ്. തീർത്തും അടിസ്ഥാനരഹിതമായ കാര്യമാണ്. അടിസ്ഥാനരഹിതമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പോൾ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോവാണ് ചെയ്തത്. ഇപ്പൊ VSന്റെ ചരമദിനം 21-ാം തീയതിയാണ്. അതിനു മുൻപുള്ള ഞായറാഴ്ച എന്ന നിലയ്ക്ക് ഇന്നത്തെ സൺഡേ സപ്ലിമെന്റും 21-ാം തീയതിയിലെ പത്രത്തിലെ VSന്റെ അനുസ്മരണ സംബന്ധിയായിട്ടുള്ള ഐറ്റവും സ്വാഭാവികമായും പത്രപ്രവർത്തകർക്കറിയാം, കാലേ കൂട്ടി തന്നെ എഡിറ്റോറിയൽ വിഭാഗം ഇതൊക്കെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. ഞങ്ങൾ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം തീരുമാനമെടുത്ത് കഴിഞ്ഞതാണ്. 21ന്റെ പത്രത്തിൽ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക പേജ് ഉണ്ടാവുകയും ചെയ്യും. ഇന്നത്തെ ഞായറാഴ്ച പതിപ്പിൽ ദേശാഭിമാനിയുടെ കൂടി ഭാഗമായിരുന്ന സഖാവ് KV സുധാകരന്റെ അനുസ്മരണ ലേഖനമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പൊ അതിലൊന്നും യാതൊരു അവ്യക്തതയോ ആശങ്കയോ ഇല്ല. ഇതൊന്നും ഒഴിവാക്കിയ പ്രശ്നം ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. ഇന്ന് വാരാന്ത പതിപ്പ് അച്ചടിച്ച് ഇന്നത്തെ പത്രത്തോടൊപ്പം വിതരണം ചെയ്തിട്ടില്ല എന്നത് വസ്തുതയാണ്. അത് ഇന്നത്തെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, സാങ്കേതിക കാരണങ്ങളാൽ ഇന്ന് അച്ചടിച്ചിട്ടില്ല എന്ന്. അതിന്റെ അർത്ഥം ഇത് ഒഴിവാക്കിയെന്നല്ല. നാളത്തെ പത്രത്തോടൊപ്പം ഇത് ഉണ്ടാവും. ഇന്ന് അച്ചടിക്കാൻ കഴിയാത്ത സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ്. മറിച്ചുള്ളതെല്ലാം തീർത്തും തെറ്റായ എന്തോ ഊഹാപോഹങ്ങളോ തെറ്റായ എന്തെങ്കിലും വിവരം കിട്ടിയതോ ആയിരിക്കും. ഏതായാലും നമ്മോടൊപ്പം ഇല്ലാത്ത VSനെ പോലൊരാളെ ഇത്തരം ഒരു അടിസ്ഥാനവും ഇല്ലാത്ത വിവാദങ്ങളിലേക്ക് ദയവായി വലിച്ചിഴക്കരുത്. ദേശാഭിമാനിയെ സംബന്ധിച്ചും കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത് ഉചിതമായില്ല. പൂർണ്ണമായും ഈ വാർത്ത തെറ്റാണ്, അതാണ് പറയാനുള്ളത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു വാർത്തയും വന്നതായിട്ട് കണ്ടു. അപ്പോ ഓരോ സമയത്തും അതത് സമയത്ത് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വാർത്തകൾ വരികയാണ്. ഇതിനിടയിൽ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു, അച്ചടിച്ച പത്രം കൊടുത്തില്ല. നിങ്ങൾ ഒരു മാധ്യമത്തിൽ നിന്ന് വിളിച്ച് എന്നോട് പറഞ്ഞ ആളും എന്നോട് പറയുന്നത് അച്ചടിച്ചു കൊടുത്തില്ല എന്നാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ചൊരു പ്രാഥമിക ധാരണ ഉണ്ടാക്കേണ്ടതാണ്. ഇപ്പൊ പഴയതുപോലെയല്ല.
ഇപ്പൊ ഞായറാഴ്ച പതിപ്പും പത്രത്തോടൊപ്പമാണ് അച്ചടിക്കുക. പണ്ടൊക്കെ പ്രത്യേകമായി അച്ചടിച്ചിട്ട് പത്രത്തിലേക്ക് ഇതുകൂടി ചേർത്ത് വെച്ചിട്ടല്ലേ കൊടുത്തിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പത്രം അച്ചടിക്കുമ്പോൾ ഞായറാഴ്ച പതിപ്പ് കൂടി അച്ചടിച്ച് ഒരുമിച്ചാണ് വരിക, മെഷീനിൽ നിന്ന് വരിക. രണ്ടായി കൊടുത്താൽ വിതരണക്കാർ ഇപ്പൊ അത് വിതരണം ചെയ്യില്ല. അവർക്ക് പറ്റില്ല ഇത് വെക്കാൻ. നിങ്ങളിൽ ചിലർ പത്രങ്ങൾ കൂടി നടത്തുന്ന മാനേജ്മെന്റ് ആണല്ലോ, അവിടെ അന്വേഷിച്ചാൽ അറിയും. ഒരുമിച്ചാണ് അച്ചടിക്കുക. അപ്പൊ അച്ചടിച്ചിട്ടേ ഇല്ല. അച്ചടിക്കാത്തതാണ് സാങ്കേതികമായ കാരണം. ഇനി അത് പറയാനും പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. ഞാൻ എല്ലാ ഡീറ്റെയിൽസിലേക്കും അങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ്. ഞങ്ങളുടെ ഒരു യൂണിറ്റിൽ പത്രം അച്ചടിക്കുന്നത് ഒരു സ്വകാര്യ പ്രസിൽ നിന്നാണ്. ആ പ്രസിൽ യന്ത്ര തകരാറുണ്ടായതുകൊണ്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് തൊട്ടടുത്ത ജില്ലയിലുള്ള യൂണിറ്റിലാണ് 2 യൂണിറ്റിലെയും പത്രം അച്ചടിക്കുന്നത്, ഒരുമിച്ച് അച്ചടിക്കുന്നത്. അപ്പൊ സമയബന്ധിതമായ അച്ചടി പൂർത്തീകരിക്കുന്നതിലൊക്കെ ചില്ലറ വിഷമതകൾ ഞങ്ങൾ നേരിട്ടിരുന്നു. ഇപ്പൊ ഞങ്ങൾ അച്ചടിക്കുന്ന സ്വകാര്യ പ്രസിലും തകരാറ് പരിഹരിച്ചു. ഈ സാഹചര്യത്തിലാണ് ഞായറാഴ്ച പതിപ്പ് തിങ്കളാഴ്ചയിലെ പത്രത്തിന്റെ ഒപ്പം കൊടുക്കാം, ഇന്ന് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ഇതാണ് സാങ്കേതിക പ്രശ്നം. ഈ നാടകം എന്ന് പറഞ്ഞാൽ ഏത് നാടകമാണ്? നാടക നിരൂപണം എന്ന് പറഞ്ഞാൽ ഏത് നാടകത്തെക്കുറിച്ച്? അല്ല, അത് ഏത് നാടകത്തെക്കുറിച്ചാണ്? ഏത് നാടകത്തെക്കുറിച്ചാണ്? അപ്പൊ നാടകമല്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. VS-നെ കുറിച്ച് എന്നാണല്ലോ ആദ്യം വാർത്ത കൊടുത്തത്. VS ആദ്യ പേജാണ്. ഞായറാഴ്ച പതിപ്പിന്റെ 4 പേജുള്ള ഞായറാഴ്ച പതിപ്പിന്റെ ആദ്യ പേജിലാണ് സഖാവ് KV സുധാകരന്റെ അനുസ്മരണ ലേഖനമുള്ളത്. VS-ന്റെ മനോഹരമായ ഛായാചിത്രവും മറ്റു 2 ചിത്രങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ആദ്യ പേജാണ്. ഒരു പേജ് മുഴുവനാണ്. അവസാന പേജും VS തന്നെയാണ്, മറ്റു ചില ചിത്രങ്ങളൊക്കെ ആയിട്ട്. അതായത് സാധാരണ നിലയിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആദ്യ ചരമദിനത്തിന് VS-നെ പോലെ ഒരാളെ, ദേശാഭിമാനി പോലെ ഒരു പത്രം ആ നിലയിലാണല്ലോ. അപ്പൊ ഒരു പേജ് മാത്രമായിരിക്കില്ലല്ലോ, അങ്ങനെയാണുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഊഹാപോഹമാണ്. നിങ്ങളോട് പറഞ്ഞ ആളുകളെ നിങ്ങൾ ദയവായി തിരുത്തുക, അല്ലെങ്കിൽ അച്ചടിച്ച പത്രം അവരോട് ചോദിക്കുക. ഈ പത്രത്തിന്റെ മാറ്ററെല്ലാം ഇപ്പൊ സോഫ്റ്റ് കോപ്പി എന്റെ കയ്യിലുണ്ട്. അച്ചടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തരുന്നത് ശരിയല്ലല്ലോ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോ ഈ പ്രചരിക്കുന്നതെല്ലാം വാസ്തവമില്ലാത്ത കാര്യമാണ്. പത്രം അച്ചടിച്ചിട്ടില്ല. അച്ചടിക്കാതിരുന്നത് നേരത്തെ പറഞ്ഞ തടസ്സം കൊണ്ടാണ്. ഇതൊക്കെ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരുമായിരുന്ന കാര്യങ്ങളാണ്. VS-നെ ഇതിലേക്ക് വലിച്ചടിച്ചത് അനുചിതമായി പോയി. അത് തീർത്തും തെറ്റായി പോയി. നിങ്ങൾക്ക് ഇത്തരം വിവരങ്ങൾ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അവരോട് തന്നെ നിങ്ങൾ ഈ കാര്യം ചോദിക്കണം, ഉറപ്പുവരുത്തണം. അതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ നാളെ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കണ്ട് ബോധ്യപ്പെടാം. മറിച്ച് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ വിവരം ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ തന്നാൽ ഇപ്പൊ ഞാനും ബോധ്യപ്പെടാം. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പറയും? ഏതേ VS-ന്റെ വിഷയം വിട്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നു. VS-ന്റെ നോ അങ്ങനെയല്ല. ഇന്ന് ആദ്യം വന്ന വാർത്ത VS-ന്റെ അനുസ്മരണം ഒഴിവാക്കി അതിനുവേണ്ടിയെന്നാണ്. എത്ര ഹീനമായ ഒരു പ്രചരണമാണ്. അതിൽ നിന്ന് നിങ്ങൾ ഇപ്പൊ പുറകോട്ട് പോയോ? പറയൂ. നിങ്ങളുടെ പത്രമാണോ കൊടുത്തതെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ ചാനലാണോ കൊടുത്തതെന്ന് അറിയില്ല. പല ചാനലുകളിലും വന്നതാണ് ഞാൻ പറഞ്ഞത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.